സമസ്തയിൽ ഭിന്നത നിലനിൽക്കെ കേന്ദ്ര മുശാവറ യോഗം കോഴിക്കോട് ചേരുകയാണ്. യോഗത്തിൽ സമീപകാലത്ത് നടന്ന വിവാദങ്ങളെല്ലാം തന്നെ ചർച്ചാ വിഷയമാകും. അതേസമയം യോഗം തുടങ്ങാനിരിക്കെ ലീഗ് ഹൌസിന് മുൻപിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ബാഫഖി സ്റ്റഡി സർക്കിൾ എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അനൽക MV ഉണ്ട് വിവരങ്ങളുമായിട്ട്. അനൽക, ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ലീഗിനെ നിലവിൽ അലട്ടുന്നുണ്ട്. ഒന്ന്, ഈ യോഗവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഈ ഉമർ ഫൈസി മുക്കം പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശം, ഒപ്പം സുപ്രഭാതത്തിൽ വന്ന വിവാദമായ പരസ്യം, ഈ രണ്ട് വിഷയങ്ങളിൽ അവിടെ തർക്കം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സമവായ യോഗം വിളിച്ചെങ്കിലും ലീഗ് വിരുദ്ധ ചേരി വിട്ടുനിന്ന സാഹചര്യമുണ്ട്. പക്ഷേ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനാണ് ജിഫ്രി തങ്ങളുടെ ശ്രമം. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളത് ഒന്ന്. മറ്റൊന്ന്, ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. ET മുഹമ്മദ് ബഷീറും KM ഷാജിയും ഒരു പക്ഷത്ത് നിൽക്കുന്നു. അതുപോലെ സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇതൊരു പോസ്റ്റർ യുദ്ധത്തിലേക്ക്, മുനമ്പം വിഷയം ഒരു പോസ്റ്റർ യുദ്ധത്തിലേക്കൊക്കെ കടക്കുകയാണോ? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമസ്ത കേന്ദ്ര മുഷാവറ യോഗം കുറച്ചു നേരം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സമസ്ത കേന്ദ്ര മുഷാവറ യോഗവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളാണ് മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെയുള്ള ഉമർ ഫൈസി മുക്കത്തിന്റെ വിവാദ പരാമർശവും, അതേപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM അനുകൂല പരസ്യവും, പിന്നെ അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ കേന്ദ്ര മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ എടവണ്ണപ്പാറയിലും കോഴിക്കോട് മുതലക്കുളത്ത് ഉമർ ഫൈസി മുക്കത്തിനെതിരെ സമസ്തയിലെ ലീഗ് അനുകൂലികൾ സമ്മേളനം ചേർന്ന് പ്രമേയം പാസാക്കിയിരുന്നു. ഇതടക്കം ഇന്നത്തെ കേന്ദ്ര മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്യും. ഈ പൊതുസമ്മേളനത്തിൽ ഉമർ ഫൈസി മുക്കത്തിനെതിരെ പാസാക്കിയ പ്രമേയം രേഖയായി സമസ്തയുടെ മാനേജർ മോയിൻകുട്ടി മാസ്റ്റർക്ക് സമസ്ത ലീഗ് അനുകൂലികൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ PMSലാം ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശവും ഈ സംസ്ഥാന മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്യും. ഇതിൽ ഈ PMSലാമിനെ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റണമെന്ന് അടക്കം ആവശ്യമുള്ള കാര്യങ്ങളും ഈ യോഗത്തിനകത്ത് സമസ്തയിൽ ചർച്ചയ്ക്ക് വരും. അതോടൊപ്പം ഇത് എന്ന് പറയുന്നത് ഈ സമസ്തയിലെ പ്രശ്നം രമ്യമായി പരിഹരിക്കാനായിരിക്കും ഈ സമസ്ത നേതൃത്വത്തിന്റെ ശ്രമം. ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതേപോലെ തന്നെ MT അബ്ദുൽ മുസ്ലിയാറും അടക്കമുള്ളവർ ഇരുഭാഗങ്ങളും സമസ്തയിലെ ലീഗ് ചേരി ലീഗ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരും, അതേപോലെ തന്നെ ലീഗ് ഒരു നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാർക്കും വലിയ രീതിയിൽ കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോകുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ സമസ്തയിലെ ലീഗ് അനുകൂലികൾ രൂപീകരിച്ചിട്ടുള്ള സമസ്ത ആദർശന സംരക്ഷണ വേദി പിരിച്ചുവിടണം എന്നൊരു നിർദ്ദേശവും ഈ സമസ്ത കേന്ദ്ര മുഷാവറ യോഗത്തിൽ ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമസ്ത മുഷാവറ യോഗം ചേരുന്നതിന് തൊട്ടുമുമ്പാണ് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള ലീഗ് ഹൗസിനും അതേപോലെ തന്നെ യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനും മുൻവശങ്ങളിലായിട്ട് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പൊ ലീഗിനകത്ത് തന്നെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. KM ഷാജി അടക്കമുള്ള ഒരു ഭാഗത്തും അതേപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മറുഭാഗത്തുമാണ്. ഇതിൽ മുനവറലി തങ്ങളെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ, മുനമ്പത്തെ ഭൂമി വഖഫല്ല എന്ന് പറഞ്ഞ് VD സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പാർട്ടി പുറത്താക്കുക, ബിനാമി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഫത്വ നേടി തേടി വരുന്ന രാഷ്ട്രീയക്കാരുടെ ചതിക്കുകൾ പണ്ഡിതന്മാർ മനസ്സിലാക്കണമെന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ്. ശരി അനൽക, രണ്ട് വിഷയങ്ങളാണ്. ഈ സമസ്തയിൽ യോഗം ഭിന്നതകളൊക്കെ പരിഹരിക്കപ്പെടുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം. ഒപ്പം തന്നെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിൽ തന്നെ നേതാക്കൾ രണ്ടു തട്ടിൽ നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നേതാക്കളുടെ പരസ്യപ്രതികരണം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ പരസ്യപ്രതികരണത്തിന് വിലക്കൊക്കെ വന്നിട്ടുണ്ട് ലീഗിനുള്ളിൽ. അപ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ചർച്ച.